സയ്യിദുന അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അലി സൈനുൽ ആബിദീൻ, ചരിത്രം പറയുന്നു ഉമ്മയോട് വല്ലാത്ത സ്നേഹമാണ്, ഉമ്മയോട് അടക്കാനാകാത്ത താലോലമാണ്. പക്ഷേ ഉമ്മ ആഹാരം കഴിക്കാൻ അങ്ങ് തുടങ്ങുമ്പോഴേക്ക് അലി സൈനുൽ ആബിദീൻ മാറി നിൽക്കും. വലിയ സ്നേഹ ഉമ്മയോട്, വലിയ ബഹുമാനാണ് ഉമ്മയോട്. പക്ഷെ ആഹാരം കഴിക്കാൻ ഇങ്ങ് നിൽക്കുമ്പോഴേക്ക് മാറിക്കളയും. മാറിയിട്ട് ദൂരെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കും. എന്നിട്ട് ഉമ്മ ആഹാരം കഴിക്കുന്ന സന്തോഷം ഇങ്ങനെ കാണും. ഇവിടെ കഥ ഭക്ഷണം കഴിച്ച രീതിയല്ല. ആരോ ചോദിച്ചു, അലി സൈനുൽ ആബിദീൻ, അങ്ങ് ആഹാരം കഴിക്കുന്നത് വരെ ഉമ്മയുടെ കൂടെ ഇരുന്നു, ആഹാരം കൂടെ കഴിക്കാത്തത് എന്തേ? അപ്പൊ പറഞ്ഞ വാക്ക് ഇത് അതിസൂക്ഷ്മാണ്, ഇത് മനസ്സിലാകാൻ പോലും പണിയാ. ഞാൻ എൻ്റെ ഉമ്മയുടെ കൂടെ ആഹാരം കഴിക്കാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടൊന്നും അല്ല, എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടും അല്ല. രണ്ടുപേരും ഒരേ തളികയിൽ ആഹാരം കഴിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു നല്ല കഷണം, ഭക്ഷണത്തിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, നല്ല പോയിന്റുകൾ ഉണ്ടാവും ചിലപ്പം ഭക്ഷണത്തിൽ, ഉമ്മയുടെ മനസ്സിലും അത് എടുക്കണമെന്ന് ആഗ്രഹിക്കും. ഉമ്മയുടെ മനസ്സിൽ ആഗ്രഹിച്ച ആ കഷ്ണം എടുക്കാൻ ഉമ്മ മനസ്സിൽ കരുതി കൈ ഉയർത്തുമ്പോഴേക്ക് എനിക്ക് അതിലേക്കുള്ള ആവേശം കൂടുതൽ വന്ന് ഞാൻ അത് കയ്യിലേക്ക് എടുത്തുപോയാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ വെറുപ്പിച്ചു എന്ന കൂട്ടത്തിൽ ഞാൻ അകപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു. ഇത് തിരിയാൻ കുറച്ച് പണിയാ. അപ്പൊ എങ്ങനെ വേണം ഉമ്മയെ കൊണ്ട് നടക്കാൻ, എങ്ങനെ വേണം ഉപ്പയെ കൊണ്ട് നടക്കാൻ? ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു വല്ലാത്ത ഉയർന്ന ആളാണ്. ആധ്യാത്മികമായി ഒരു കാലഘട്ടത്തിൽ ചക്രവർത്തി പദത്തിലാണ് സയ്യിദുനാ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. ജനങ്ങൾക്ക് അദ്ദേഹത്തോട് എന്തെന്നില്ലാത്ത സ്നേഹമാണ്, ആധ്യാത്മികമായ മഹബത്തിന്റെ എന്തെന്നില്ലാത്ത പരിലാളനയാണ്. ബിശ്റിനോട് ആരോ ചോദിച്ചു, ബിശ്ർ, നിങ്ങൾ ഇത്രയും ഔന്നിത്യം നേടാൻ എന്താ കാരണം? ജനങ്ങൾ മുഴുവൻ നിങ്ങളെ ഈ വിധം സ്നേഹിക്കാൻ എന്താണ് കാരണം? എന്തോ ഒരു ഗുരുത്വം എവിടുന്നോ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോഴാണ് സയ്യിദുനാ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു എന്ന ആധ്യാത്മ ഗുരുനാഥൻ പറഞ്ഞത്, മറ്റൊന്നുമല്ല, എൻ്റെ ഉമ്മാക്ക് ഞാൻ ചെറുപ്പത്തിൽ വല്ലാതെ ഖിദ്മത്ത് ചെയ്യും, ഉമ്മയെ ഞാൻ വല്ലാതെ പരിലാളിക്കും. ആ ഉമ്മ എനിക്ക് വേണ്ടി ദുആ ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. എന്നെ എൻ്റെ മോൻ സ്നേഹിക്കുന്നത് പോലെ സത്യവിശ്വാസികളുടെ മനസ്സകങ്ങളിലെ സ്നേഹം, മഹബത്ത് എൻ്റെ പൊന്നുമോന് നീ നൽകണേ അല്ലാഹ്. എൻ്റെ ഉമ്മയുടെ ദുആ എൻ്റെ കാര്യത്തിൽ അല്ലാഹു തആല സ്വീകരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ സന്ദേശം നിങ്ങൾക്ക് നൽകി സമർപ്പണം എന്ന